ഹലോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറി ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് ചിക്കൻ കഴുകി ഉപ്പും മഞ്ഞളും ഒക്കെ അങ്ങനെ പെരക്കിയിട്ട് വെച്ചിട്ടാണുള്ളത്. സ്പെഷ്യലൊന്നുമല്ല, വെറുതെ ഒരു ചിക്കൻ കറി. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സബോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി വേറെ തന്നെ പൊളിച്ചിട്ട് വെച്ചിട്ട് ചതച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ലേശം മല്ലിപ്പൊടിയും ചിക്കൻ പൊടിയും ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. നമ്മളിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. വേഗം വഴലാൻ വേണ്ടിയിട്ട് അമ്മ അതിൻ്റെ അകത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ അകത്ത് അമ്മ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. എന്നാൽ വേഗം വഴണ്ട് വരുമ്പോഴും പിന്നെ നമ്മുടെ ഉള്ളി വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി ഏകദേശം ഒരുവിധം നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ വഴണ്ട് വരുന്നുണ്ട്. ഇന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണവും അതോടൊപ്പം തന്നെ ചിക്കൻ പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി വെച്ചില്ല നേരത്തെ, അതും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി കേട്ടോ. വലിയ സ്പെഷ്യലാലിറ്റി ഒന്നുമില്ല. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സാധാരണ നാടൻ ചിക്കൻ കറിയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പാത്രം കൊണ്ട് മൂടി വെക്കാം. മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിക്ക് ഈ ചിക്കൻ കറിയും ഗോതമ്പ് ദോശയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.